അപ്പോൾ അടുത്ത ചർച്ച ആര് കടത്തി, എപ്പോൾ കടത്തി, എങ്ങനെ കടത്തി, ആരൊക്കെ ഉണ്ട്, ഇങ്ങനെയാണ് പോണത്. നമ്മുടെ സെൻസേഷണൽ ന്യൂസ് ഉണ്ട്. നമ്മൾ ഈ പുസ്തകമൊക്കെ പറയുമല്ലോ, ഈ ഹോട്ട് പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിക്കുന്ന, പഴയ മഞ്ഞ പുസ്തകമൊക്കെ വാങ്ങി വായിക്കുന്നൊരു ശീലമുണ്ട് മലയാളിക്ക്. മലയാളിക്ക് ഒരു നെഗറ്റീവ് വാർത്തകൾ കിട്ടിയാൽ അതിൻ്റെ പിറകെ പോകും. ഒരാൾ ഒരു റോഡിലൊരു ആക്സിഡൻറ്റ് നടന്ന, വണ്ടിയിൽ ഇരുന്ന് ബസ്സിൽ പോകുന്ന ആൾ സൈഡിൽ നോക്കുമ്പോൾ അവിടെ എന്തോ ആക്സിഡൻറ്റ് നടന്നു. അപ്പോൾ തന്നെ അയാൾ ഇറക്കുന്ന, ആ ബസ്സിലിരിക്കുന്നവർ പോയി നാട്ടുകാരുടെ അടുത്തും ബന്ധുക്കളടുത്ത് ഇറക്കണ കഥ, അയ്യോ ഇന്ന് വലിയൊരു ആക്സിഡൻ്റ് ആയിരുന്നു, കണ്ട അപ്പോഴേ ഓൺ ദ സ്പോട്ട് ചത്തുപോയി കാണും. യഥാർത്ഥത്തിൽ അവിടെ ഒന്നും സംഭവിച്ചാണല്ലോ, പോറലോലിയേറ്റ് കാണത്തില്ല, വണ്ടിക്ക് തന്നെ വല്ല ഇടിവെല്ലാം കിട്ടി കാണത്തേ ഉള്ളൂ. എന്നാലും കഥകൾ, ഉപകഥകൾ, മഞ്ഞക്കഥകൾ, കമ്പിക്കഥകൾ, ഇങ്ങനെ കുഞ്ഞു കഥകൾ, കുഞ്ഞു പുസ്തകങ്ങൾ, ഇങ്ങനെയൊക്കെ പാടാനും പറയാനും ഒക്കെ നമുക്ക് വലിയ കൗതുകമാണ്. അത് പഴയ കാലം തൊട്ടേ ഉണ്ട്. ഞാനിപ്പോൾ പിന്നെ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി അമ്മയൊക്കെ പറഞ്ഞ് ചന്തയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ചെല്ലുമ്പോൾ അന്ന് മറ്റേ 5 പൈസ 10 പൈസ കൊടുത്താൽ കിട്ടണ കാലമാണ്. വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ഒരു അപ്പൂപ്പനായിട്ടുള്ള വയസ്സായ ആൾ ചപ്പളാങ്കട്ട എന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു കയ്യിൽ തന്നെ ചപ്പളാങ്കട്ട വെച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഒരു കുഞ്ഞ് പുസ്തകം കയ്യിൽ കാണും. ആ കുഞ്ഞ് 8-10 പേജേ കാണത്തുള്ളൂ, ചെറിയൊരു പോക്കറ്റ് ഡയറിയിലുള്ള പുസ്തകം. അതിനകത്ത് എവിടെയോ ആരോ ഗർഭം ഉണ്ടാക്കിയതോ ഗർഭം കലക്കിയതോ ബലാത്സംഗം ചെയ്തതോ ഒക്കെ ആയ കാര്യം. പക്ഷേ ഇതിങ്ങനെ പാടും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മറ്റേ ഭക്തി പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇത് 5 പൈസ കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ ഇരുന്ന് പാടുമല്ല പഠിക്കും. ഇത് പണ്ടേ ഉണ്ട്, മലയാളിക്കൊരു അസുഖം ഇങ്ങനെയുണ്ട്. ഇപ്പം ഞാനിത് പറയാൻ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ മസാല അടിച്ച് കയറ്റുകയാണ്. ആളുകളിൽ ചിക്കനിലും ബീഫിലും മട്ടനിലും ഒക്കെ മസാല ഇടുമ്പോൾ ഓരോ ചാനലിലും അടിച്ച് കയറ്റി മസാല ഇട്ട് പോവുകയാണ്.